ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാൻസ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് കാറക് സ്ട്രീറ്റ് ആണ് ഗൈസ്. കാറക് സ്ട്രീറ്റ് എപ്പിസോഡ് 1 ആണ് ഗൈസ്. ഇതിൻ്റെ സ്റ്റോറി മോഡ് നമ്മൾ ഫുൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഗൈസ്. ഇതൊരു സ്റ്റോറി മോഡല്ല, ഒരു സ്റ്റോറി മോഡ് ഗെയിമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആക്സിലേറ്ററും ബ്രേക്കൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവരെ മറ്റേ ആലിസ് ഹാൻസനെ പിന്നാലെ പോയി ഒരു വീട് കണ്ടെത്തണം ഗൈസ്. നമ്മൾ ഫസ്റ്റ് മിഷൻ കളിച്ചായിരുന്നു. ലാഗ് കൊണ്ടുവന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് കളിച്ചു നോക്കിയത്. ലാഗൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ഗെയിം എടുത്ത് ഗൈസ്. വണ്ടി പാർക്കിനൊക്കെ മുന്നേ നമുക്ക് അവിടെ കൊണ്ടുപോയി എന്തോ ചെയ്യാനുണ്ടല്ലോ. ഇത് ഭയങ്കര എഫക്റ്റ് ഗെയിമാണ് ഗൈസ്. ഡോക്കിയാർഡ് 1000 കൊടുത്തു ഗൈസ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ തീർത്ത്. ഹൗസ് റൂട്ട് എന്തായാലും വാങ്ങിച്ച് ഒരു സ്ലോട്ട് കൂടി വാങ്ങിച്ചേക്കാം. അത് സ്ലോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതെന്ത് മിഷൻ, എൻ്റെ കാശ് മൊത്തം കഴിയാന്നല്ലാണ്ട്. ഓക്കെ ബാ, ലെറ്റ്സ് ഗോ ആലിസ് ഹാൻസൺ. അപ്പോൾ നമ്മളിത് നേരെ ഇവിടെ പിന്നാലെ വിടാണ് ഗൈസ്. നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മുടെ വഴി വന്നിട്ട് നേരെ പോയിക്കോളാം എന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നാലെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്ലോ ആണ്, കുറച്ച് മെല്ലെ പോകണം ഗൈസ്. നമ്മൾ മെല്ലെ കാർ പഠിച്ചു കാറക് സ്ട്രീറ്റ്. നമുക്ക് ഇല്ലെങ്കിലും വണ്ടികളൊക്കെ ആയിട്ട് വരും ഗൈസ്. ഫോർസ ഹൊറൈസൺ പോലത്തെ ഒരു ഗെയിമാണ് ഗൈസ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ വേൾഡായിട്ടും കളിക്കാം, പിന്നെ ബാക്കി സ്റ്റോറി ആയിട്ടും കളിക്കാം. റേസുകളൊക്കെ ഇഷ്ടം പോലെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത് ഡ്രൈവ് സോണെന്ന് പറഞ്ഞു ഗൈസ്. കാറക് സ്ട്രീറ്റിൻ്റെ എപ്പിസോഡ് 1 ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തരണം ഗൈസ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസൊക്കെ എടുക്കുന്നത് ഗൈസ്. നിങ്ങൾക്കറിയൂ ഗൈസ്. കാരണം എന്താ, എനിക്ക് എക്സാംസൊക്കെ വരാൻ പോവുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എക്സാംസൊക്കെ വരാൻ പോവാണ്. എന്നിട്ടും ഞാൻ എനിക്ക് കുറെ പഠിക്കാനൊക്കെ ഉണ്ട് ഗൈസ്. എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ കഷ്ടപ്പെട്ടെടുക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞ് എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, പ്ലീസ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഫോർട്ട് എടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്. നിങ്ങളെനിക്ക് സബ്സ്ക്രൈബേഴ്സ് തരുന്നില്ല ഗൈസ്. നിങ്ങളെനിക്ക് വ്യൂസ് തരുന്നില്ല, ഒന്നും തരുന്നില്ല ഗൈസ്. അപ്പം ഞാൻ പിന്നെ എന്തിന് വീഡിയോ ഇടണം? പക്ഷേ എൻ്റെ കൂടി ആവശ്യമായി പോയി ഗൈസ് വീഡിയോ. അങ്ങനെയല്ല ഗൈസ്, നിങ്ങൾ നല്ലോണം സപ്പോർട്ട് തരുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറച്ചൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഗൈസ്. അങ്ങനെ കുറേ പേര് അറിയണം ഗൈസ്. എന്നിട്ട് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ നമ്മുടെ യൂട്യൂബ് ഫാമിലി വളർത്തണം ഗൈസ്. എനിക്ക് തീരെ വ്യൂസ് ഒന്നും കിട്ടില്ല ഗൈസ്. നിങ്ങളൊന്ന് വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിച്ചോളുണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്നവരെല്ലാവരും വെറുതെ ലൈക്ക് അടിച്ചേക്ക്. നിങ്ങൾ വെറുതെ ലൈക്ക് അടിച്ചേ ഗൈസ്. എല്ലാ വീഡിയോക്കും നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഗൈസ്, പ്ലീസ് ഗൈസ്. എന്നാൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഗൈസ് എനിക്ക് നല്ല നല്ല ഗെയിംസുമായിട്ട് വരാൻ പറ്റുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടുന്നുണ്ട് ഗൈസ് യൂട്യൂബിൽ. നിങ്ങൾ എൻ്റെ ത്യാഗം ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്. വണ്ടി ഇടിച്ച് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യണ പോലെ ഉണ്ടോ ഗൈസ്? ലാഗൊന്നല്ല ഗൈസ്, അത് ഈ ഗെയിം അങ്ങനെ വർക്ക് ചെയ്യണതുകൊണ്ടാണ്. ഞാൻ ഇത് കിഡിലും ഗെയിമാണ് ഗൈസ്. നമ്മൾ അപ്പോൾ പെട്രോൾ പമ്പ് എത്തി. അപ്പോൾ നമുക്ക് എന്തായാലും സ്ലോ ഡൗൺ ചെയ്യണം. സ്ലോ ഡൗൺ ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടെ അങ്ങ് കയറ്റി നിർത്തിയേക്കാം വണ്ടി. ഇതിൽ പെട്രോളൊക്കെ അടിക്കണല്ലേ ഗായ്സ്. എനിക്കിത് ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഞാൻ ആദ്യമായിട്ട് പെട്രോളൊക്കെ അടിക്കണ മറ്റേ സ്പോട്ട് ഗ്യാസ് അടിക്കാം.
ഗ്യാസ് ഫുൾ ടാങ്ക് അറ്റ് വൺസ്. ഫുൾ ടാങ്ക് അടിച്ചോ? എന്നാലും ഫുൾ ടാങ്ക് ഇരിക്കട്ടെ. ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തത് വെറുതെ കറങ്ങി കളിക്കണോ അത് അടുത്തത് അവിടത്തേക്കാണോ? അവിടത്തേക്ക് പോയേക്കാം. എന്താ നെക്സ്റ്റ് എന്താ പറയുക? ടൈം ഫോർ ട്യൂണിങ് ഗൈസ്. ഇവിടെ എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്യൂണിങ്ങിനുള്ളതും വണ്ടി അപ്ഗ്രേഡുകളൊക്കെ കാണിച്ചതും ഗൈസ്. ട്യൂണിങ്ങൊക്കെ നമുക്ക് പെടായിട്ട് ചെയ്യണം. നമ്മുടെ പൈസ മൊത്തം പൊട്ടിക്കും ഗൈസ് ഞാൻ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കാര്യം തീരെ സ്പീഡിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആക്സിലറേഷൻ കണ്ടു ഗൈസ്, തീരെ ഇല്ല വണ്ടിക്ക് ആക്സിലറേഷൻ. ഇത് ലാഗ് അടിക്കണമെന്നുള്ള ആക്സിലറേഷൻ കുറവ് ഗൈസ്. ഞാൻ ഇത് വീഡിയോ ഒരു വട്ടം എടുത്തു ഗൈസ്. ഞാൻ എന്നിട്ട് എടുത്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടും കളിച്ച് നോക്കി ഗൈസ്. അപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അത് ഈ വണ്ടിയുടെ ആക്സിലറേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ തിരിക്കുമ്പോൾ തിരിയുണ്ടല്ലോ കറക്റ്റായിട്ട് ഗൈസ്. ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അടുത്ത ദിവസം മുതൽ നമ്മൾ നമ്മുടെ ഫീസും കൂടി ഇതിൽ ആഡ് ചെയ്യും ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ നിന്ന് നേരെ പോയിട്ടൊരു ലെഫ്റ്റ് ഉണ്ടല്ലോ. ലെഫ്റ്റാണോ റൈറ്റാണോ? നമ്മളെന്തായാലും അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വളയ്ക്കണം ഗൈസ്. ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ വളയ്ക്കണം. ഇജാതി ഡ്രൈവിംഗ് ഒക്കെ അല്ലേ ഗൈസ്? ഞാൻ ഇജാതി ഡ്രൈവിംഗ് ഒക്കെ GTA 5 എപ്പിസോഡ്സിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ അടുത്ത ദിവസം ഒരു GTA 5 എപ്പിസോഡ് ചെയ്യും ഗൈസ്. പിന്നെ നമ്മുടെ പാൽവേൾഡിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. കുറച്ച് ദിവസം 3-4 ദിവസത്തിനുള്ളിൽ വരും ഗൈസ്. ആ എപ്പിസോഡിൽ നമ്മൾ ജോർമുണ്ടാട്ടായി ഇഗ്നിസിനെ പിടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് അസ്വാൾട്ട് റൈഫിലൊക്കെ ഒന്ന് അൺലോക്ക് ചെയ്തായിരുന്നു. ഞാൻ അസ്വാൾട്ട് റൈഫിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. അപ്പോൾ ഉണ്ട മാത്രം ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്. സൾഫർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അപ്പോൾ സൾഫർ ഉണ്ടാക്കാൻ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. സൾഫറൊക്കെ മാന്തി ഗൈസ്. ഞാൻ ഒബ്സിഡിയൻ മൗണ്ടൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ഒബ്സിഡിയൻ മൗണ്ടനിൽ ഞാൻ പോയപ്പോൾ ഞാൻ യൂട്യൂബ് വെറുതെ സെർച്ച് ചെയ്താൽ ചോദിച്ചിട്ടുണ്ട് ഇഗ്നിസിൻ്റെ എഗ്ഗ് എവിടെയെങ്കിലും കിട്ടുമെന്ന് ഗൈസ്. അപ്പം ഞാനത് നോക്കിയപ്പോൾ ഒബ്സിഡിയൻ മൗണ്ടിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഒബ്സിഡിയൻ മൗണ്ടിൽ എക്സാക്ട് സ്ഥലത്ത് പോയി നോക്കി. പക്ഷേ എനിക്കൊന്നും ഒരു തേങ്ങയും കിട്ടിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ? ഒന്നും കിട്ടിയില്ല ഗൈസ്, ഒന്നും കിട്ടിയില്ല. എനിക്കൊരു സ്കോച്ചിനൊക്കെ കിട്ടി. അതിൽ നിന്ന് വല്ല പൊട്ട പാൽ, ഒരു പാസ് സ്കില്ലില്ലാത്ത ഒരു പൊട്ട പാലാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. ഇതെല്ലാം നമ്മൾ പെട്രോൾ ഡിഷാണ്. ഇപ്പോൾ നമ്മൾ കറങ്ങി അടിച്ച് വന്നത്. ഇടേ നിനക്ക് പ്രാന്താണോ? അവൾക്ക് പ്രാന്താണ് ഗൈസ്. ട്യൂണിങ് ഷോപ്പിലോട്ട് കയറി വേഗം. വെയിറ്റ് ഫോർ യു ഔട്ട് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ട് സൈഡിൽ നീ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ വണ്ടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ഇറക്കിക്കൊണ്ട് അല്ലേ ഗായ്സ്. നമ്മൾ വണ്ടി ഇറക്കും. നമ്മൾ ഏതാ പവറില്ലേ? നമ്മൾ ഇജാതിയൊക്കെ നമ്മൾ ഇജാതി പവറൊക്കെ ഫുള്ളായിട്ടൊന്നും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല ഗൈസ്. നമ്മൾ ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാശൊന്നുമില്ല. നമുക്കിപ്പോൾ എൻജിനൊന്നും അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. വീൽസ്, ബോഡി. നമ്മളെ എൻജിനാണ് അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിക്കുന്നത് ഗൈസ്. എൻജിൻ ആക്സിലറേഷനാണ് കൂടേണ്ടത് എനിക്ക്. ആക്സിലറേഷൻ 25 ഗൈസ്. ആക്സിലറേഷൻ കൂടുന്നില്ലല്ലോ. ആക്സിലറേഷൻ കൂടാൻ ഏതാണ് കൂട്ടേണ്ടത്? ഇത് കൂട്ടിയാലും ആക്സിലറേഷൻ കൂടുന്നില്ല. ആക്സിലറേഷൻ കൂടത്തില്ല. ഇല്ല ഗൈസ്, ആക്സിലറേഷൻ കൂടുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഇത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഞാനപ്പോൾ ഒന്ന് ട്യൂണൊക്കെ ചെയ്തൊന്ന് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്ര നേരത്തെ വീഡിയോയുടെ ഡ്യൂറേഷൻ കളയാന്ന് വെച്ചാൽ ട്യൂൺ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വണ്ടി അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്യാന്നല്ല ഗൈസ്. ഞാൻ വിചാരിച്ചു അതാന്ന് ഗൈസ്. വെറുതെ കുറച്ച് സ്പീഡ് കിട്ടാനായിട്ട് 200-300 കൊടുക്കണമെന്നാണ്. ഈ ജാതൊക്കെ കണ്ട നമ്മളിങ്ങനെ വണ്ടി വളയ്ക്കുമ്പോൾ ഫുള്ള് ബ്ലറാവും. അത് കഴിഞ്ഞിട്ട് വണ്ടി സ്ട്രൈറ്റ് ആക്കുമ്പോൾ ഫുള്ള് റെഡി ആവും. അതെന്താണെന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല ഗൈസ്. അപ്പോൾ യു ആർ റെഡി? റെഡി ബ്രോ. ഡാ എൻ്റെ ബൂസ്റ്റ് ഓഫ് ആക്കിയിട്ട് എൻ്റെ ബൂസ്റ്റ് റേസിന് മാത്രമേ ഞാൻ ഉപയോഗിക്കാനുള്ളൂ എന്ന് ഞാൻ പറയും ഗൈസ്. അപ്പം നമ്മളെന്തായാലും കാർ സ്ട്രീറ്റിൻ്റെ
എപ്പിസോഡ് 1 ആണ് ഗൈസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എനിക്ക് കാർ ആക്സിഡൻറ്റിൻ്റെ വീഡിയോ ഇടാൻ പറ്റുന്നത്. ഞാൻ വെറുതെ കയറ്റി വെക്കിയതാണ് ഗൈസ്. അപ്പോൾ കയറി എല്ലാം അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ എല്ലാം അപ്ഗ്രേഡ് ചെയ്തല്ലോ. ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലേ. ഇൻസ്റ്റാൾ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തല്ലോ. ഇനി ബബിട്ടി പോവാം. ഈ ട്രാൻസ്മിഷനും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഒപ്പിജാതിയൊക്കെ ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നിനക്കതിൽ പറയണ്ട ഉണ്ടാ. അപ്പോൾ നമുക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്ത് ഇറങ്ങിയിട്ട് നമുക്ക് റേസിന് പോകാൻ തോന്നുന്നു. ഇനി നമുക്ക് സഹായമൊന്നും ചെയ്തില്ലാന്ന് തോന്നുന്നു. എനിക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ സ്പോയിലറൊക്കെ വെച്ച് കളറൊക്കെ അടിച്ച് ഇതൊരുമാതിരി ഞാൻ പറയില്ല ഗൈസ്. ഒരുമാതിരി ലുക്കുള്ള വണ്ടി ഗൈസ്. അവള് പോയ അയ്യോ ഇപ്പൊ വണ്ടി ഓടണേ ഇല്ലല്ലോ. വെറുതെ അല്ലാതെ എങ്ങി കിടക്കായിരുന്നു. ഇത് ട്യൂണിങ് ഷോപ്പ്. ഇതവിടെ കയറി ഇതവിടെ ഇറങ്ങാനുള്ള പറഞ്ഞത്. നമുക്ക് ഇതവിടെ വരെ പോയൊക്കെ ഇതവിടെ ഇതെന്ത് പരിപാടിയാണ്. കാർ ഷോറൂം ഗൈസ്. ഷോറൂം ഇവിടെയാണ്. നമുക്ക് ഷോറൂമിൽ ഒന്ന് നോക്കണം ഗൈസ്. കുറച്ച് കാറുകൾ 24,000 രൂപ നമ്മളിപ്പോൾ ട്യൂൺ ചെയ്തത് വെറുതെ നോക്കണം ഗൈസ്. കാരണം 24,000 രൂപയ്ക്ക് നല്ലൊരു കാറിലേക്ക് നമുക്ക് എടുക്കാമായിരുന്നല്ലോ. വെറുതെ മെഷീൻ എടുത്ത, അല്ലെങ്കിൽ നമുക്ക് നേരെ ഷോറൂമിൽ വെട്ടിട്ടൊരു കാർ എടുത്താൽ മതിയായിരുന്നു. പിന്നെ അപ്പം അതിൻ്റെ ഒരു ത്രില്ല് നിങ്ങൾക്ക് കിട്ടില്ലല്ലോ ഗൈസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വഴിയിലൂടെ ചെയ്തത്. ശരിക്കും കരയും ഗൈസ്. 24,000 അടിപൊളി വണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ ഗൈസ്. എല്ലാ പൈസയും ഞാൻ ഫുള്ളങ്ങ് എന്തൊക്കെയോ ട്യൂൺ ചെയ്ത് ഗൈസ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യണമായിരുന്നു. മൊത്തം എൻ്റെ തെറ്റ്. ഓക്കടോ കുറച്ചുകൂടി പൈസ ആക്കണമെങ്കിൽ ഇതേ സാധനം എടുക്കായിരുന്നു ഗൈസ്. ഇതെന്തൊരു സാധനം ഡേ. ഇതൊരു കിടിലൻ കാറാണല്ലോ. ഈ വണ്ടി നമുക്ക് എടുക്കണം ഗൈസ്. 49,000 രൂപയെ. ഇപ്പോഴൊന്നും കിട്ടില്ല ഗൈസ്. നല്ല 49 രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ ഗൈസ്. നിങ്ങൾക്കറിയുമോ? വല്ല കാർ റോബിങ് മെഷീൻസ് ഉണ്ടാവണോ? ഞാനൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ട് ഗൈസ്. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തോണ്ട് വണ്ടി ഇപ്പം മെല്ലെ തീരെ മെല്ലെ പോണേ. ആക്സിലേഷൻ്റെ ടൈമുള്ള പിന്നെ പോക്ക് ഇജാതിയൊക്കെ. ബ്രേക്കിങ് തീരല്ല. ഇടിച്ച ഇജാതി വൈബ്രേഷനാ. ഞാൻ മാപ്പ് എടുത്തിട്ടേ മാപ്പിൽ ഇത്രയും വലിയ മാപ്പാ. 10,000 കിട്ടും. ുള്ള വണ്ടി വേണടേ. ഇന്ത മിഷൻ കളിക്കണമെങ്കിൽ ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം. നമുക്ക് ഒരുപാട് കണ്ട് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം ഗൈസ്. നിവിൻ ആൻഡ് നീള രണ്ടുപേർക്കും യോഗ ഇഷ്ടമാണ്. അവർക്ക് എല്ലാ ആസനങ്ങളും എളുപ്പമാണ്. അതെ ഒരേ ക്ലാസ്സിലായിരുന്നെങ്കിൽ അവർ പ്രണയിച്ചേനെ. അതെ
പക്ഷെ അത് നടന്നില്ലല്ലോ. കാരണം നിവിന് ക്ലാസ് കോഴിക്കോടും നിളയെടുത്തത് കൊച്ചിയിലും. പക്ഷെ കേരള മാട്രിമോണിയുടെ ഇൻട്രസ്റ്റ് മാച്ചിങ് ഫീച്ചർ അവരെ ഒന്നിപ്പിച്ചു. വിവാഹത്തിന് ശേഷം ഈ ജോഡി ഫിറ്റും സൂപ്പർ. അപ്പോൾ ഗൈസ് കേരള മാരേജ് എന്തൊരു ആഡ് ഗൈസ്. ഈ ആഡ് നമുക്ക് മാറ്റിക്കളയാം. അതൊക്കെ അടിച്ചും ഗൈസ് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. ഗൈസ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു ഗൈസ്. ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അയ്യോ ഗൈസ് ഞാൻ ഇച്ചിരി വില കുടിക്കാൻ പോയതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ നമ്മൾ പറയാൻ വന്നത് നമ്മളൊരു ലാപ്പ് വാങ്ങിച്ചു ഗൈസ്. നമ്മൾ ലാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ആ ലാപ്പ് HP Intel Core i5 ഇങ്ങനെ എന്തോ ഒരു ലാപ്പാണ് ഗൈസ്. അടിപൊളി ലാപ്പാണ്. അങ്ങനെ വലിയ ലാപ്ടോപ്പാണ് ഗൈസ്. അടിപൊളി കിടിലൻ ലാപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അതിലാവുന്ന വീഡിയോകൾ എഡിറ്റ് ചെയ്യുക ഗൈസ്. ഗെയിമിങ്ങൊക്കെ മൊബൈലിലാണ് ഗൈസ്. നമ്മുടെ മൊബൈൽ ഗെയിമിങ് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് കിടക്കുക ഗൈസ്. നമുക്ക് RX ഇപ്പോൾ വെക്കട്ടെ ഗൈസ്. ഇജാതി സ്പീഡൊക്കെ ഞാൻ ഇതങ്ങ് ഇട്ടുകഴിഞ്ഞാൽ പറക്കേണ്ട വണ്ടി കണ്ട എൻ്റെ വണ്ടി പറക്കണ കണ്ട ഞാനത് പറ്റിക്കാൻ വേണ്ടി മാത്രം ഗൈസ് ഞാൻ വിട്ടത്. ഇപ്പോൾ ഇവിടെ നമ്മളെ പോവും കയ്യിൽ പോവും. കാരണം അത് ആ വളവ് കയ്യിൽ പോവും ഗൈസ്. എന്തായാലും പോവും. അവളൊക്കെ നല്ല പിന്നിലാണ് ഗൈസ്. നമ്മൾ 2 ആക്കാം. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് ഒരു വളയുന്നത്. അയ്യോ ഈ മണ്ടഞ്ചൊക്കെ അവ അവിടെ വന്ന് നിന്നിട്ട് നമ്മൾ ഏതായാലും ഈ ജാതി പവറൊക്കെ 2500 രൂപയ്ക്ക് 259 അല്ല 55 രൂപ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ്. അപ്പോൾ നമ്മൾ 2500 രൂപയുടെ ഒരു റേസ് കളിക്കാൻ പോവാണ്. ഈ ഡ്രിഫ്റ്റ് കണ്ട നിങ്ങൾ ഞാൻ പോയി ഗൈസ്. ഞാനറിയാണ്ട് ഞാൻ തന്നെ ഡ്രിഫ്റ്റ് ചെയ്തു ഗൈസ്. ഈ ജാതിയൊക്കെ അയ്യോ പെട്ടുടാ പെട്ട് ബൂസ്റ്റർ പറപ്പിക്കാൻ വേണ്ടി ഒന്ന് തോറ്റടാ. അയ്യോ തോറ്റ് നമ്മൾ വണ്ടി കറക്കിയെടുക്കാൻ വിളിക്കണം. നമ്മൾ തോറ്റ് പൊട്ടി അയ്യ കിളി പോയി. ട്രാക്ഷൻ ഓഫ് ആക്കിയിട്ടൊക്കെ ആയിരുന്നു ഗൈസ്. വിചാരിച്ചൊക്കെ ട്രാക്ഷൻ ഓൺ ആക്കിയിട്ട് ഇതാവാ അവിടെ എത്തി ഗൈസ്. ഇനി 40 എത്ര പെർസെൻറ്റേജ് ഉള്ളു? 55%. പകുതി ശതമാനം കൂടെ ഉള്ളു ഗൈസ്. ഇപ്പം അവനെ കാണാൻ കൂടി ഇല്ല ഗൈസ്. പോയിട്ട് നമ്മൾ കറക്റ്റ് ഇതിന് കൂടെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവൻ്റെ കൂടെ എത്താൻ പറ്റുമായിരിക്കണം. കുറച്ച് കിട്ടുന്ന ബൂസ്റ്ററൊക്കെ നമ്മൾ അപ്പറണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൂട്ടണം ഗൈസ്. ഫസ്റ്റ് തന്നെ ബൂസ്റ്റർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നിലെത്തി ഗൈസ് അവൻ്റെ ലോസ്റ്റ് ടൈമിൽ തൂക്കണമെന്ന് നല്ല വിഷമമുണ്ട് ഗൈസ്. നമ്മൾ ഇജാതി പവറിലൊക്കെ വന്നിട്ട് ബൂസ്റ്റണക്ക് അതൊക്കെ അത്ര ഉള്ളു. ഫിനിഷ് ലൈൻ എത്തല്ലേ. അതിൻ്റെ മുന്നേ എനിക്കാണ് പിടിക്കാൻ പറ്റണേ. ഫിനിഷ് ലൈൻ എത്തി. ട്രാക്ഷൻ തെറ്റി എടാ മോനെ. ഗോയ്സ് ഈ ചോദ്യമൊക്കെ നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാൻ എത്ര പിന്നിലായിരുന്നു. ഈ ജാതിയൊക്കെ ഞാൻ ഈ ജാതി ഡ്രൈവിങ് ഗൈസ്. നമ്മളപ്പോൾ ഞാൻ ആരാ ഗൈസ്? ഞാൻ പൊളിയല്ല ഗൈസ്. നമ്മൾ പ്രോ ഗൈസ്. നമ്മൾ വേറെ ലെവൽ പ്രോ കളികൾ മാത്രം.
എനിക്ക് ഒരു കാര്യം ഒരു കേസ് ഞാൻ പാൽവെള്ളിൽ ജോർമുണ്ട് ഡിഗ്നസിനെ പിടിക്കാൻ പോയപ്പോൾ ഉണ്ടായ കഥയാണ് കേസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജോർമുണ്ട് ഡിഗ്നസ് ഉണ്ട്, അതിൻ്റെ സന്തോഷത്തിൽ പോയി ഒരടിച്ചു കമ്പാഷൻ ഷോട്ട് ഗണ്ണ് വെച്ചിട്ട്. ഞാൻ 44 ലെവലായിരുന്നു, ഒരു 3-4 അടിച്ചു. അപ്പോൾ 1 HP ഞാൻ റിംഗ് ഓഫ് മേഴ്സിയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഒരു അടിച്ച പോയി അവൻ ചത്ത് പെട്ടില്ലേ. ഞാൻ കുറച്ച് നേരം തപ്പി നോക്കിയപ്പോൾ 2 ജോർമുണ്ട് ഡിഗ്നസ്. എൻ്റെ കയ്യിൽ ആകെ ഹൈപ്പർ സ്യൂർ 10 എണ്ണം. അപ്പം ഞാൻ 2 അടിച്ച് കുറച്ച്, എന്നിട്ട് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ബോൾ എറിഞ്ഞ് 10 ബോൾ എറിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഗൈസ്. ഒരുത്തൻ ജീവനുള്ള ഒരുത്തൻ പോയി, അങ്ങനെ മാറി എൻ്റെ ഫുള്ള് ബോൾ എന്തായിരുന്നു. അങ്ങനെ ഞാൻ അവന്മാർ 2 തീർത്തിട്ട് പോന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ മറ്റേ ഇതിവിടെ കണ്ട് ഗൈസ്, ക്രിമിനൽ ആക്ടിവിറ്റി കണ്ട്. അവിടെയാണല്ലോ മറ്റേ എന്താ പറയുക അവിടെ മറ്റേ വൈൽഡ് ലൈഫ് സാഞ്ചുറി 1 ഗൈസ് പാൽവേൾഡിൽ തന്നെ. അവിടെ നമ്മളെ സിൻഡിക്കേറ്റ് തഗ്സ് കണ്ട് അപ്പോൾ നമ്മളെ പൊക്കി. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ ഇന്നത്തെ കാർ ആക്സിഡൻറ്റിൻ്റെ എപ്പിസോഡ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ബെൽ ബട്ടൺ അടിച്ചു പിടിച്ചേക്കുക ഗൈസ്. ബൈ.